പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജനോട് ഓരോന്ന് പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മതി, നിർത്താം നമ്മുടെ സംസാരം. ഞാൻ ചെയ്തതും നീ ചെയ്തതും ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക പറയാം, ഞാൻ ചെയ്തത് ആരെങ്കിലും അറിഞ്ഞാലും അത്ര വലിയ ക്രിമിനൽ കുറ്റമൊന്നുമല്ല. നീ ചെയ്തത് ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഈ വീട്ടിലുള്ളവരൊക്കെ സ്വർണ്ണത്തിനെ ദൈവത്തെ പോലെ കാണുന്ന ആളുകളാണ്. അപ്പോൾ എന്നിട്ടാണ് നീ ഇങ്ങനെ സ്വർണ്ണം മോഷ്ടിക്കാൻ നിന്നത്. അത് ആദർശ മോൻ്റെ മുത്തശ്ശനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് നിനക്കറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ജലജയ്ക്ക് ഒരു പേടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ജലജനോടാണെങ്കിലും കനക ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ശരിക്കും ഇവരുടെ മകളായിട്ട് തന്നെയാണോ ജനിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അവർ തന്നെയാണോ നിന്നെ വളർത്തിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതെന്താ നീ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കട്ടോ ജലജ. അപ്പോൾ ആ സമയത്ത് കനക പറയുന്നുണ്ടായിരുന്നു, അല്ല നിൻ്റെ കുറച്ച് ചരിത്രമൊക്കെ എനിക്ക് അറിയാവുന്നതാണെന്ന് പറയും. അപ്പോൾ നിനക്ക് എന്താ അറിയാവുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, എന്തായാലും നിൻ്റെ ജന്മത്തിൽ എന്തോ പാകപ്പിഴയുണ്ട്, അത് തന്നെ നിൻ്റെ മോൻ്റെ ജന്മത്തിലുണ്ട് എന്നിങ്ങനെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയും, കുളിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ഇനി ഇങ്ങനെ മോനോടൊപ്പം ഇരുന്നിട്ട് ഞങ്ങളെങ്ങനെ പുറത്താക്കാമെന്ന് ആലോചിക്കുക, ചെല്ലിന്ന് പറഞ്ഞ് ജലജേനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് കേട്ടോ. ജലജ പോകുന്ന സമയത്ത് കനക ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, നിനക്ക് ഇത്രയും തന്നാൽ പോരാ, ഇതിലും കൂടുതൽ തരണം എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുകയും ചെയ്യാൻ കേട്ടോ. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന അവർക്ക് ചായയും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ നയനയോട് പറയുന്നുണ്ടായിരുന്നു, ഗോവിന്ദനോടും നന്ദുവിനോടും ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാനായിട്ട് പറഞ്ഞുകൂടെ, കല്യാണമൊക്കെ അടുത്തല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നന്ദു ആണെങ്കിലും ഇടയ്ക്ക് ഇവിടെ വരുമ്പോഴും ഒന്ന് മിന്നി മറിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്, ഒരു ദിവസം പോലും ഇവിടെ നിന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഇങ്ങനെ അനീൻ്റെ മനസ്സിൽ ഇങ്ങനെ വേറെ ആരോ ഉണ്ടെന്നാണ് അവൻ്റെ അച്ഛനും അമ്മയും ആദർശമൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല കൂട്ടല്ലേ, മോളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നയനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നയനയോടാണെങ്കിലും പറയുന്ന സമയത്ത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇങ്ങനെ അനീനോട് സീരിയസ് ആയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്, അതിൻ്റെ മാറ്റം അവനുണ്ട് എന്നൊക്കെ പറയാണ്. പിന്നീട് അങ്ങനെ ഇനിയിപ്പോൾ ഗോവിന്ദൻ വരുന്നില്ലെങ്കിൽ നന്ദുവിനോടെങ്കിലും ഇവിടെ വന്ന് നിൽക്കാൻ പറയും. അപ്പോൾ കല്യാണത്തിനൊക്കെ ഒരുപാട് ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ആർക്കെങ്കിലും അങ്ങനെ മോളെ ഇഷ്ടപ്പെട്ടാലും നമുക്ക് അതും കൂടെ ആലോചിക്കാമല്ലോ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് ഇപ്പോൾ കല്യാണമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, 4-5 പേരൊക്കെ ഒരുമിച്ച് വന്നാൽ അടിച്ചിടുന്ന ആളല്ലേ, അപ്പോൾ അതിനൊത്ത ഒരാളെ കിട്ടണ്ടേന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അവൾ കുട്ടിക്കാലം തൊട്ടേ കരാട്ടെ പഠിച്ചതാണ്, ബ്ലാക്ക് ബെൽറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അവളൊരു പാവാണ്, ഇങ്ങനെ ആരും അങ്ങോട്ട് ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല, അവൾ തെറ്റ് കണ്ടാൽ പ്രതികരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. അപ്പം മുത്തശ്ശി ഇങ്ങനെ പെൺകുട്ടികൾ അങ്ങനെ തന്നെ വേണം, അങ്ങനെ എല്ലാം പഠിച്ചിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ അനിയുടെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന് മോളോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നയന പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നും അവൻ്റെ മനസ്സിൽ ആരാന്ന് പറഞ്ഞാലോ അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ ആൺമക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിത പങ്കാളിനെ നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്, അത് തുറന്നു പറയുകയും വേണമെന്ന്. പക്ഷേ ഇവിടെ അവൻ അത് തുറന്നു പറഞ്ഞില്ല, ഞാൻ അനാമികയുടെ അച്ഛന് വാക്ക് കൊടുക്കുകയും ചെയ്തു, ഇനിയിപ്പോൾ അതെന്തായാലും മാറ്റി പറയാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. അപ്പോൾ നയന മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, മുത്തശ്ശൻ്റെ നിലപാട് തന്നെയാണ് ശരി, അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്നൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കല്യാണ പെണ്ണിനെ മാറ്റാൻ പറ്റില്ല എന്ന് മുത്തശ്ശൻ തറപ്പിച്ച് തന്നെ പറയുന്നുണ്ടായിരുന്നു. അനാമികയാണെങ്കിലും അവിടേക്ക് വരാനായിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളതിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആ വാക്ക് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുമ്പോൾ നയനിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു, മുത്തശ്ശൻ്റെ നിലപാട് തന്നെയാണ് ശരി, അതുകൊണ്ട് തന്നെ നയന ഇങ്ങനെ അനീനെയും നന്ദൂനെയൊക്കെ പറഞ്ഞ് തിരുത്തിയല്ലോ, അപ്പോൾ അതിൽ ഒരു തെറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പിന്നീട് കനകയ്ക്ക് വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ പറയുന്നത് നവ്യനെ കൊണ്ട് പോയാൽ മതി, ഇനിയിപ്പോൾ ഇത്രയും ദിവസമായില്ലേ, കല്യാണമൊക്കെ അടുത്തില്ലേ, ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. പിന്നീട് നന്ദു ആണെങ്കിലും ഇങ്ങനെ അനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് എന്നോട് സ്നേഹമൊന്നുമല്ല, അവൾക്ക് ഇങ്ങനെ കല്യാണത്തിന് മുന്നേ എൻ്റെ മേലിൽ അധികാരം സ്ഥാപിക്കണം എന്നുള്ള അനി ഇങ്ങനെ നന്ദുവിനോട് അനാമികനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് നയനെ വിളിക്കുന്നത്. നയനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ മോളെ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് എന്താ വിഷമം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ നല്ല ആക്റ്റീവാണ്, ഞാൻ ഇങ്ങനെ പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചുറ്റിക്കറങ്ങാനൊക്കെ പോകലുണ്ട് എന്നൊക്കെ ഇങ്ങനെ നയനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിലും നീ ഇങ്ങോട്ട് വരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കല്യാണത്തിൻ്റെ തലേ ദിവസം വന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്തായാലും ഇങ്ങോട്ട് പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട എന്നുള്ളതിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കൊരു സങ്കടവും ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ ഒറ്റയ്ക്കാവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അച്ഛൻ തന്നെയാണ് നിന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞതെന്ന് പറയൂ കേട്ടോ നയനിയാണെങ്കിലും. പിന്നീട് എന്തായാലും ഞാൻ കല്യാണത്തിൻ്റെ തലേ ദിവസം മാത്രമേ അങ്ങോട്ട് വരുന്നുള്ളൂ എന്നൊക്കെ നന്ദു തറപ്പിച്ച് അങ്ങ് പറയുകയാണ് കേട്ടോ, അതിൻ്റെ മുന്നേ വരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ വീട്ടിനുള്ളിൽ കയറിയാൽ നിനക്കൊരു മൂകതയാണ്, അപ്പോൾ അതൊക്കെ മാറ്റണം, നല്ല ആക്റ്റീവായിട്ട് ഇരിക്കണം, അത് ഇങ്ങനെ നീ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അച്ഛന് അത് വലിയ വിഷമമാക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ.
പിന്നീട് കോളൊക്കെ കട്ട് ചെയ്ത് തിരിയുന്ന സമയത്ത് ഗോവിന്ദൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആരും മോളെ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ നയന ചേച്ചിയാണ്. അച്ഛൻ ഇങ്ങനെ ഞാനിവിടെ വിഷമിച്ചിരിക്കുകയാണെന്ന് ചേച്ചീനെ വിളിച്ചറിയിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിൻ്റെ അമ്മയാണെങ്കിലും ഇവിടുന്ന് പോയ ശേഷം 2-3 തവണ വിളിക്കും. അപ്പോൾ നിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്കിങ്ങനെ അമ്മേനോട് കള്ളം പറയാനായിട്ട് തോന്നിയില്ല. നിൻ്റെ അമ്മയായിരിക്കും അങ്ങനെ നയനേനെ അറിയിച്ചതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ എന്തിനാ വെറുതെ അവർക്കിങ്ങനെ ടെൻഷൻ കൊടുക്കുന്നത്? അവിടെ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ അല്ലേ, എന്തിനാ ഇതൊക്കെ ഇങ്ങനെ വിളിച്ചറിയിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ കള്ളം പറയാൻ തോന്നിയില്ല എന്നാണ് കേട്ടോ ഗോവിന്ദൻ പറയുന്നത്. അപ്പോൾ മോൾ അവിടെ പോയി നിന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ആദ്യം അനിയുള്ളിടത്തേക്ക് ഞാൻ പോകുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലായിരുന്നല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ ഇങ്ങനെ മോളുടെ അമ്മയും ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മോൾക്ക് ഇങ്ങനെ ചിന്തിച്ചിരിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല എന്നൊക്കെ നന്ദുവിനോട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നന്ദു കല്യാണത്തിൻ്റെ തലേ ദിവസം മാത്രമേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നീട് ആദർശം അതുപോലെ തന്നെ മുത്തശ്ശനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2020 ശേഷം ഇങ്ങനെ ഇപ്പോഴാണ് നമുക്ക് ഈ വർഷമാണ് നല്ല സെയിൽ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ചിങ്ങമാസം മൂർത്തീസ് ജ്വല്ലറിയുടേതാണെന്ന് തന്നെ പറയാമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നയന മുത്തശ്ശന് ലൈമോ അതുപോലെ തന്നെ ആദർശിന് ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എപ്പോഴും ഇങ്ങനെ ചായ വേണ്ട, കട്ടനായാലും മതി, പാല് കുടിക്കുന്നത് അത്ര നല്ലതൊന്നല്ല എന്ന് പറയുമ്പോൾ, നീ എക്സസൈസൊക്കെ ചെയ്യുന്ന ആളല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ആദർശിൻ്റെ അച്ഛൻ വന്നിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ നയനയോടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും അറിയണം, എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവയാനിയും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിയോട് പറയും, ഒരു സന്തോഷ വാർത്തയുണ്ട്, നീയും നയനമോളുടെ കൂടെ ഇത് അറിയണം എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും കനകി എല്ലാവരും വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഞാനത് പറയാം. ഇത്തവണത്തെ ഓൾ ഇന്ത്യ അങ്ങനെ ഡിസൈൻ കോമ്പറ്റീഷനിൽ മോളുടെ ഡിസൈനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് മുന്നെയാണ് അവാർഡ് കമ്പനിക്കാരെന്നെ വിളിച്ച് ഈ വിവരം പറഞ്ഞത്. ഇനിയിപ്പോൾ പത്രത്തിലും ന്യൂസിലൊക്കെ മോളുടെ ഫോട്ടോയും ഒക്കെ വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് എന്തായാലും നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവാർഡ് കിട്ടുന്നത്. സ്വർണ്ണത്തിൻ്റെ നല്ല സ്വർണ്ണം വിൽക്കുന്നതിൻ്റെ ഒരുപാട് അവാർഡുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇത് മറ്റ് സ്റ്റേറ്റുകാരാണ് കൊണ്ടുപോകാറുള്ളത്. ഇത്തവണ എന്തായാലും അത് നയനമോളുടെ ഡിസൈൻ കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അബി അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അബി ഇറങ്ങി വരുമ്പോൾ ജലജ പറയും, നീ അവൾക്ക് കൈ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അസൂയാണെന്ന് പറയുമ്പോൾ അബിക്ക് കാര്യമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അബി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന്. അപ്പോൾ നീ ആദ്യം കൈ കൊടുക്കുക എന്നിട്ട് പറയാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും മുത്തശ്ശനൊക്കെ ഇങ്ങനെ നയനയ്ക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവയാനി മടിച്ച് നിന്ന് എന്തായാലും കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് അവിടെ അങ്ങ് മാറി നിൽക്കും കേട്ടോ. പിന്നീട് അബിയും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം നയനിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഭർത്താവ് എന്താ എന്നെ അഭിനന്ദിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. ആദർശ് അവിടെ ഇങ്ങനെ മാറി ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും പറയുന്നൊന്നുമില്ല. പിന്നീട് ആ സമയത്താണ് ആദർശിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപ്പോൾ കോള് വരുന്നത് നയനെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഏതൊരു മീഡിയക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മോള് നന്നായിട്ടൊന്ന് ഒരുങ്ങ് എന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ ആദർശ് അറിയപ്പെടാൻ പോകുന്നത് നയനമോളുടെ പേരിലായിരിക്കും എന്നിങ്ങനെ പറയുന്ന സമയത്ത് പിന്നീട് മുത്തശ്ശൻ ദേവയാനിയോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ദേവയാനിയോടും പറയുന്നുണ്ടായിരുന്നു, നിന്നോടും കൂടിയാണ് പറയുന്നത്, നയനമോൾ നിൻ്റെ മരുമകളാണെന്ന് പറയുന്നതിൽ നിനക്ക് അപമാനമല്ല വേണ്ടത്, അഭിമാനമാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുകയൊന്നും ചെയ്യുന്നില്ല. പിന്നീട് ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇത് നമുക്ക് വലിയൊരു പരസ്യം തന്നെ അല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, പിന്നെ എന്തിനാണ് നമ്മൾ വലിയ സെലിബ്രിറ്റികളൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പരസ്യം ചെയ്യിപ്പിക്കുന്നത്, ഇനിയിപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് മോളുടെ ഒരു ഫോട്ടോയും വെച്ച് ഒരു വലിയ ഫ്ലെക്സ് വെച്ചാൽ പോരെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് ആകെ ഒരു സങ്കടമാവുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിലും നയനേനെ വിളിക്കുകയാണ്, വാ റെഡിയാവാന്ന് പറഞ്ഞിട്ട് വിളിച്ച് അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് കനകേനോടാണെങ്കിലും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നവ്യയ്ക്ക് ഇതുപോലത്തെ കഴിവൊന്നും കിട്ടിയിട്ടില്ലേന്ന്. അപ്പോൾ അവളിങ്ങനെ ഇങ്ങനെ ശ്രമിച്ച് നോക്കിയിട്ടില്ല, അവളെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ കനക പറയാനുണ്ടോ. നയനമോൾ പിന്നെ കുട്ടിക്കാലം തൊട്ടേ അച്ഛനെ പറ്റിച്ചേർന്നാണ് നടന്നിരുന്നത്, അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയുള്ള കഴിവൊക്കെ കിട്ടിയതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ ദേവയാനിയാണെങ്കിലും അന്ന് നയനയുടെ തലയിൽ മുല്ലപ്പൂ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ അവളെ എന്നും ഇങ്ങനെ പൂ കൊണ്ട് മൂട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ആദർശാണെങ്കിലും നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാരി ഇങ്ങനെ ആദർശിൻ്റെ ബാഗിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ സാരി എടുത്തിട്ട് വേണം ഇൻ്റർവ്യൂവിന് ഇരിക്കാനെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് തന്നെ പോരേന്ന്. അപ്പോൾ ആദർശ് പറയും, അന്ന് കമ്പനിയിൽ ഇങ്ങനെ മീറ്റിങ്ങിന് പോയ സമയത്ത് നീയല്ലേ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നത്, അപ്പോൾ ഞാൻ പറയുന്നത് നിനക്കും അനുസരിച്ചാൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നീട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശേട്ടന് ഇങ്ങനെ ശരിക്കും സന്തോഷമുണ്ടോ എനിക്ക് കിട്ടിയ നേട്ടത്തിൽ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ നിനക്ക് ഞാൻ സാരിയൊക്കെ സെലക്ട് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അതിപ്പോൾ ഇങ്ങനെ ഭാര്യമാർ നന്നായിട്ട് ഒരുങ്ങിയിരിക്കണം, ഇനിയിപ്പോൾ ആദർശേട്ടന് അത് നല്ല ഇതിലിരിക്കണം എന്നുള്ള ഇതുണ്ടാവും, അതുകൊണ്ടല്ലേ സെലക്ട് ചെയ്ത് തന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, ഇനിയിപ്പോൾ എൻ്റെ പേരും കൂടെ വരാൻ പോവല്ലേ, നയന ആദർശനായിരിക്കുമല്ലോ
ഇനിയിപ്പോൾ ന്യൂസിലൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് നല്ല പക്വതയോടുകൂടി വേണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാൻ, അവർ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാനെന്ന് പറയുമ്പോൾ എനിക്കിത്തിരി പക്വത കുറവ് തന്നെയാണ്. പക്ഷേ എൻ്റെ കൂടെ പക്വതയുള്ള ഒരാളുണ്ടല്ലോ, അത് മതി എന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് നയനയോട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, നീ സാരി എടുത്തു വാ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറയും കേട്ടോ. എന്നിട്ട് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന ഇങ്ങനെ സാരി ചേർത്ത് പിടിച്ചിങ്ങനെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.